പദ്ധതിയിൽ രജിസ്റ്റർ ചെയ്തവർക്ക് 100 ദിനം തൊഴിലാണ് വിഭാവനം ചെയ്തത്. ഒരു പരിധിവരെ ഇത് ലഭിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ തൊഴിലുറപ്പ് പദ്ധതി പ്രകാരമുള്ള ജോലികളിൽ പുതിയ നിബന്ധനകൾ വന്നതോടെ തൊഴിലാളികൾക്ക് കൃത്യമായി ജോലികൾ നൽകാൻ പഞ്ചായത്തുകൾക്ക് സാധിക്കാത്ത അവസ്ഥയായി. ഇതിനെതിരെ പരാതി നൽകേണ്ടത് പദ്ധതിയുടെ ഓംബുഡ്സ്മാനാണ്. എന്നാൽ സംസ്ഥാനത്തെ മുഴുവൻ ജില്ലകളിലെയും ഓംബുഡ്സ്മാന്റെ 3 വർഷ കാലാവധി കഴിഞ്ഞു. പുതിയ നിയമനം നടത്താനോ കരാർ നീട്ടിക്കൊടുക്കാനോ സർക്കാർ ഇതുവരെ തയ്യാറായിട്ടില്ല. 14 ദിവസത്തിനുള്ളിൽ കൂലി കിട്ടിയില്ലെങ്കിൽ 15ാമത്തെ ദിവസം മുതൽ നഷ്ടപരിഹാരം കിട്ടണമെന്ന് നിയമം വ്യവസ്ഥ ചെയ്യുന്നുണ്ടെങ്കിലും അതിനുവേണ്ടി 6 മാസമായിട്ടും കൂലി കിട്ടാത്തവർ, കൂലിക്ക് 1 കൊല്ലമായിട്ടും കൂലി കിട്ടാത്തവർ പരാതി കൊടുക്കേണ്ട ഓംബുഡ്സ്മാൻ തന്നെ പൂട്ടിപ്പോയി. അതിൻ്റെ ആഫീസ് തന്നെ പൂട്ടിപ്പോയി. ഈ സ്ഥിതിക്ക് എവിടെ കൊണ്ടുപോയി പരാതി കൊടുക്കും? അതുപോലെ തന്നെ ജോലിക്ക് അപേക്ഷ കൊടുത്ത് 14 ദിവസത്തിനുള്ളിൽ പണി കിട്ടിയില്ലെങ്കിൽ 15ാമത്തെ ദിവസം മുതൽ പകുതി വേതനം തൊഴിലില്ലായ്മ വേതനമായി കൊടുക്കണമെന്ന് വ്യവസ്ഥ ചെയ്യുന്ന നിയമമാണ് കേന്ദ്ര നിയമം. ആ കേന്ദ്ര നിയമത്തെയാണ് നഗ്നമായി കേരളത്തിൽ വയനാട്ടിലും ലംഘിച്ചുകൊണ്ടിരിക്കുന്നത്. 5 ഏക്കറിൽ താഴെയുള്ള ഭൂമികളിൽ കാർഷിക ജോലികൾ ചെയ്യാമെന്ന നിബന്ധന പിൻവലിച്ചതാണ് തൊഴിലില്ലാതാക്കിയത്. BPL കുടുംബങ്ങളുടെയും ആദിവാസി വിഭാഗത്തിലുള്ളവരുടെയും കൃഷിഭൂമികളിൽ ജോലിയെടുക്കാൻ മാത്രമേ ഇപ്പോൾ നിർദ്ദേശമുള്ളൂ. ഇങ്ങനെ വരുമ്പോൾ 100 ദിനങ്ങൾ തികയ്ക്കുക അസാധ്യം. പദ്ധതിയിൽ രജിസ്റ്റർ ചെയ്തവർക്ക് ജോലി നൽകിയില്ലെങ്കിൽ തൊഴിലില്ലായ്മ വേതനം നൽകണമെന്നും നിബന്ധനയുണ്ട്. എന്നാൽ ഇക്കാര്യത്തിൽ പരാതി സ്വീകരിച്ച് നടപടിയെടുക്കേണ്ട ഓംബുഡ്സ്മാൻ പോലും ഇപ്പോൾ പ്രവർത്തിക്കുന്നില്ല. ചുരുക്കത്തിൽ തൊഴിലുറപ്പാക്കുന്ന കാര്യത്തിൽ മാതൃകയായിരുന്ന ഒരു പദ്ധതിയെ ഇല്ലാതാക്കാനുള്ള നടപടികളാണ് ഇപ്പോൾ നടക്കുന്നത്. മനേഷ് മൂർത്തി, മീഡിയ 1, വയനാട്.